തെരഞ്ഞെടുപ്പിൽ മതം പറഞ്ഞ് തോൽപ്പിച്ചെങ്കിലും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദമാകാൻ ഇപ്പോഴും അവശേഷിക്കുന്നത് ഇടതുപക്ഷത്തുള്ളവർ മാത്രം. ബംഗളൂരുവിലെ ബുൾഡോസർ രാജ് കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കിയ ഏറ്റവും ജനകീയമായിട്ടുള്ള പദ്ധതി. ഒറ്റ രാത്രി കൊണ്ട് ഫക്കീർ കോളനിയിലെ 500ഓളം കുടുംബങ്ങളും 1000ഓളം മനുഷ്യരെയും തെരുവിലേക്ക് ഇറക്കിവിട്ട കർണാടക സർക്കാരിന്റെ ജനകീയ ഇടപെടലിനെ സംബന്ധിച്ച് ഒരക്ഷരം ഉരിയാടാതെ ഒളിഞ്ഞു കളിക്കുമ്പോഴും നേരത്തെ പലസ്തീൻ വിഷയത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോൾ ന്യൂനപക്ഷ പ്രീണനമെന്ന് അധിക്ഷേപിക്കുകയും ഭൂരിപക്ഷ പ്രീണനമാണ് സംഘപരിവാർ ബന്ധമാണെന്ന ചാപ്പ കുത്താൻ ഇറങ്ങി പുറപ്പെട്ടവർ ഇപ്പോ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ എടുത്തൊന്ന് പരിശോധിക്കണം, അല്ലെങ്കിൽ ഫീൽഡിൽ പോയി നോക്കണം. അവിടെയൊന്നും ഇന്നലകളിൽ ന്യൂനപക്ഷ പ്രീണന ചാപ്പ കുത്താൻ നടന്ന കോൺഗ്രസോ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരോ സംഘപരിവാർ ചാപ്പ കുത്താൻ നടന്ന മൗദൂദികളോ സുഡാപ്പികളോ ഫീൽഡിലെങ്ങും കാണാനില്ല. നിങ്ങൾ നിലമ്പൂരിൽ മതം പറഞ്ഞ് തോൽപ്പിച്ച എം സ്വരാജ് ഉണ്ട്. അദ്ദേഹത്തെ സംഘി ചാപ്പ കുത്താൻ വേണ്ടി മൗദൂദികളും സുഡാപ്പികളും മത്സരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഫക്കീർ കോളനിയിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആ മനുഷ്യർക്കുമേൽ ബുൾഡോസർ ഓടിച്ചു കയറ്റിയപ്പോഴും നിങ്ങൾ സംഘി ചാപ്പ കുത്തിയ സ്വരാജിനെ പോലുള്ളവർ മാത്രമേ ആ വിഷയത്തിൽ ഉറക്കെ പ്രതികരിച്ചിട്ടുള്ളൂ. പാവപ്പെട്ട ആ മനുഷ്യർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നുള്ളൂ. അദ്ദേഹം ഇപ്പോഴും ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിട്ടുണ്ട്. നേരത്തെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ പോകുന്ന സന്ദർഭത്തിലും പലസ്തീൻ വിഷയത്തിൽ ഉൾപ്പെടെ സ്വരാജ് സ്വന്തം നിലപാട് പറഞ്ഞതുപോലെ ഇപ്പോൾ ഫക്കീർ കോളനിയിലെ ബുൾഡോസർ രാജിനെ കുറിച്ച് അദ്ദേഹം കുറിച്ചിരിക്കുന്ന വാക്കുകൾ അത് നാട് കേൾക്കണം. ആട്ടിയിറക്കപ്പെട്ട ഒരു മനുഷ്യനു വേണ്ടി എങ്ങനെയാണ് പ്രതികരിക്കാൻ പറ്റുന്ന ഇടങ്ങളിൽ ഉറച്ചു പ്രതികരിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണിത്. നിങ്ങൾ മൗദൂദികളായും ജമാഅത്ത് ഇസ്ലാമിക്കാരായും സുഡാപ്പികളായും ചാപ്പ കുത്താൻ ശ്രമിച്ചാലും ഇങ്ങനെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ ആക്രമിക്കപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി ഇനിയും ശബ്ദമുയർത്താൻ ഒരു വിഭാഗമേ കാണുള്ളൂ എന്ന് ആ വാക്കുകൾ തെളിയിക്കുന്നുണ്ട്. സ്വരാജിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: സ്നേഹത്തിന്റെ കടയുമായി തുർക്കുമാൻ ഗേറ്റിൽ നിന്നും യലഹങ്കയിലേക്ക് എന്തിനാണ് നിങ്ങൾ എൻ്റെ മകനെ മഴയത്ത് നിർത്തിയിരിക്കുന്നത്? ഹൃദയവേദനയോടെ ഇങ്ങനെ ചോദിച്ചത് പ്രൊഫസർ ഈശ്വരവാര്യരായിരുന്നു. സ്വേച്ഛാധികാര വാഴ്ചയുടെ അടിയന്തരാവസ്ഥ കാലത്ത് ക്രൂരമായി കൊല്ലപ്പെട്ട എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി രാജന്റെ അച്ഛൻ. ജനാധിപത്യം പ്രസംഗിക്കാനുള്ള വിഷയമാണെന്നും പ്രയോഗിക്കാനുള്ളത് മറ്റൊന്നാണെന്നും കോൺഗ്രസ് തെളിയിച്ച നാളുകളായിരുന്നു അത്. മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും കൂട്ടക്കുരുതികളുടെയും ചോര പുരണ്ട ചരിത്രമാണ് സ്വാതന്ത്ര്യാനന്തര കോൺഗ്രസിൻ്റെതെന്ന യാഥാർത്ഥ്യം പലരും സൗകര്യപൂർവ്വം മറക്കുന്നുണ്ട്. ഈശ്വരവാര്യരെ പോലെ നിരവധി രക്തസാക്ഷികൾക്ക് മക്കളെ നഷ്ടപ്പെട്ട അക്കാലത്താണ് തുർക്കുമാൻ ഗേറ്റിലെ പാവങ്ങൾ ബുൾഡോസറുകൾക്ക് കീഴിൽ ചതഞ്ഞരഞ്ഞത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും അധികാരത്തിന്റെ കുരുതികൾ തുടർന്നു. ഡൽഹിയിലും ഹാഷിംപുരിയിലും മറ്റും പലയിടത്തും ഒഴുകിപ്പടർന്ന മനുഷ്യരുടെ ചോരയിലാണ് ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് മുങ്ങി മരിച്ചത്. ഇപ്പോഴിതാ കർണാടകയിലെ യലഹങ്കയിൽ നിന്നും മനുഷ്യത്വരഹിതമായ കുടിയൊഴിപ്പിക്കലിന്റെ വാർത്തകൾ പുറത്തു വരുന്നു. യലഹങ്കയിലെ ഫക്കീർ കോളനിയിലെയും വസിം ലേഔട്ടിലെയും പാവപ്പെട്ടവരുടെ വീടുകളാണ് പുലർച്ചെ 4 മണിയോടെ ബുൾഡോസറുകൾ ഇടിച്ചു നിരത്തിയത്. ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. 3 പതിറ്റാണ്ടായി അവിടെ കഴിയുന്ന മനുഷ്യരാണ് ഒരു രാത്രിയിൽ അഭയാർത്ഥികളായി മാറിയത്. ആധാർ കാർഡും തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡും മറ്റു രേഖകളുമുള്ള മനുഷ്യർ, നമ്പറും വൈദ്യുതി കണക്ഷനുമുള്ള വീടുകൾ. നിമിഷ നേരം കൊണ്ട് എല്ലാം തകർത്തെറിയപ്പെട്ടു. കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റിന്റെ മനുഷ്യത്വരഹിതമായ കുടിയൊഴിപ്പിക്കലിനെതിരെ രാഷ്ട്രീയത്തിനതീതമായി പ്രതിഷേധം ഉയരുന്നതിനിടയിലും ന്യായീകരണ പ്രബന്ധങ്ങളുമായി കനകോലുവിന്റെ കൂലിപ്പടയാളികൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഉത്തരേന്ത്യയിലെ ബുൾഡോസർ രാജ് പോലെയല്ല ഇത് കർണാടകയിലെ ബുൾഡോസർ രാജാണെന്നും ഇത് നല്ല ബുൾഡോസർ രാജാണെന്നുമുള്ള വിചിത്രവാദങ്ങളുമായി കറങ്ങുന്ന കൂലിപ്പടയാളികളെ നവമാധ്യമങ്ങളിൽ കാണാം. 150 വീട് മാത്രമേ പൊളിച്ചുള്ളൂ. 1000 പേർക്കേ പ്രശ്നമുള്ളൂ. തെരുവിലേക്ക് എറിയപ്പെട്ടവരിൽ 80% മാത്രമേ മുസ്ലിങ്ങൾ ഉള്ളൂ. കുടിയിറക്കപ്പെട്ടവർക്ക് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ അവർ ഹാപ്പിയാണ്. ഇങ്ങനെ പോകുന്നു കനകോലുവിന്റെ കൂലിക്കാരുടെ വാദം. എന്നാൽ മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പി ചിദംബരം ഉൾപ്പെടെയുള്ളവർ രൂക്ഷമായ ഭാഷയിലാണ് ബുൾഡോസർ രാജിനെതിരെ പ്രതിഷേധിച്ചു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അച്ചാരം പറ്റിയ ഒറ്റുകാർ ആദ്യം ചിദംബരത്തിന് ക്ലാസ് എടുക്കുന്നതാണ് നല്ലത്. അനധികൃത കയ്യേറ്റമാണ് ഒഴിപ്പിച്ചതെന്ന് പറയുന്നവരുണ്ട്.
ഏറ്റവും വലിയ അനധികൃത കയ്യേറ്റക്കാരനാണ് കർണാടകയുടെ മുഖ്യമന്ത്രി എന്ന് ഓർക്കണം. മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഭൂമി സ്വന്തം ഭാര്യയുടെ പേരിൽ കയ്യേറി അവകാശം സ്ഥാപിക്കുകയും പിടിക്കപ്പെടുകയും ചെയ്ത കയ്യേറ്റക്കാരനായ പ്രതിയാണ് കർണാടക മുഖ്യമന്ത്രി. വൻകിട കയ്യേറ്റക്കാരൻ പാവങ്ങളുടെ കൂര പൊളിക്കുന്നതിനാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. സംഘപരിവാർ ഭീകരതയ്ക്കും ബുൾഡോസർ രാജിനുമെതിരെ കോൺഗ്രസിനെ ആശ്രയിക്കാമെന്ന് കരുതുകയും വാദിക്കുകയും ചെയ്യുന്നവരുടെ മുന്നിൽ എന്താണ് കോൺഗ്രസ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. പതിറ്റാണ്ടുകളായി താമസിക്കുന്ന കൂരകളിൽ നിന്നും അസ്ഥികൾ മരവിക്കുന്ന തണുപ്പിലേക്ക് ഇറക്കിവിടപ്പെട്ട ആയിരങ്ങളുടെ ചോദ്യം ഇന്ത്യയിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. ഈ കൊടും തണുപ്പിൽ ഞങ്ങളെ പുറത്തു നിർത്തിയിരിക്കുന്നത് എന്തിനാണ്? ഇതാണ് സ്വരാജിന്റെ പോസ്റ്റ്. മനുഷ്യ മനസ്സുള്ളവനെ മതം ചികയാതെ മറ്റുള്ള മനുഷ്യരുടെ ദുരിതാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് ജാതിയും മതവും ഹിന്ദുത്വവും ഒക്കെ പേര് നടക്കുന്ന മനസ്സുകൾ എവിടെ ഭരിച്ചാലും അവിടെ ന്യൂനപക്ഷ വിഭാഗക്കാർ വേട്ടയാടപ്പെടും. കേരളത്തിലേക്ക് ഇതെത്താൻ വിദൂരമല്ല. അതിനുവേണ്ടിയുള്ള വഴിയൊരുക്കി കൊടുക്കുന്നത് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. അതിന് പാവപ്പെട്ട ഇതേ ന്യൂനപക്ഷക്കാരെയും അവർ ഇരയാക്കിയിട്ടുണ്ട്. ഇവർക്ക് വേണ്ടി കർണാടകയിൽ നിലകൊണ്ട ആ മനുഷ്യർ, ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്തവർ, ആ മനുഷ്യരെയാണ് നിർദാക്ഷിണ്യം ഒറ്റ രാത്രി കൊണ്ട് ഇവർ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞത്. ഇവർ നാളുകളിൽ ഇവിടെ വന്നാലും നിങ്ങളുടെ സംരക്ഷകരാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ കരുതുകയാണെങ്കിൽ പടച്ചോന് പോലും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം എം സ്വരാജിന്റെ വാക്കുകളിൽ കൃത്യമായി നിഴലിക്കുന്നുണ്ട്.